ചാപ്റ്റർ 6 മെറ്റൽസിലെ നമുക്ക് ഈ ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചാപ്റ്ററിൽ. പക്ഷെ നമുക്ക് ആ മെറ്റലർജി സ്റ്റേജ് 3 വരെയുള്ള ചോദ്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുമാത്രം തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് നമുക്ക് ഈ എക്സാം ബേസിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ബോക്സൈറ്റ് ഈസ് ദ ഓർ ഓഫ് ഡാഷ് മെറ്റൽ. ആൻസർ ഈസ് അലുമിനിയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, name a method of concentration of an ore in which impurities are heavier than ore particles. ഓറിനേക്കാളും ഇമ്പ്യൂരിറ്റി ആണ് ഹെവിയർ എങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിക്കാണ് കൂടുതലെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്തത്, സെലക്ട് എൻ ഓർ വിച്ച് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. താഴെ പറയുന്നതിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഓറിനെയാണ്? അപ്പോൾ നമുക്ക് ഇതിൽ സൾഫൈഡ് ഓർ ഉണ്ടോ നോക്കുക. ZnS, അതാണ് അതിന് ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്തത്, ഗീവ് ദ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ റിഫൈനിങ് ഓഫ് എ മെറ്റൽ വിത്ത് റെസ്പെക്ട് ടു ദ ഫോളോവിങ്. ദ മെറ്റൽ വിച്ച് ഈസിലി വേപ്പറൈസ്. പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്നൊരു മെറ്റൽ ആണെങ്കിൽ നമ്മൾ ഇതിന് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യേണ്ടത്? അപ്പോൾ അത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡിസ്റ്റിലേഷൻ. അടുത്തത്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ ഈസ് വെരി ലോ. വെരി ലോ ആണെങ്കിൽ നമ്മൾ ലിക്വേഷൻ. റിഫൈനിങ് ഓഫ് കോപ്പർ ആണെങ്കിൽ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺസെൻട്രേറ്റഡ് ഓർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ ഓർ റോസ്റ്റിംഗ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. റോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ദ ഓക്സിഡേഷൻ ഓഫ് ദി ഓർ ബൈ ഹീറ്റിംഗ് ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. കാൽസിനേഷൻ ആണെങ്കിലോ ആബ്സെൻസ് ഓഫ് എയറിലാണ് ഹീറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർ ആർ യൂഷ്വലി സബ്ജക്റ്റഡ് ടു കാൽസിനേഷൻ? താഴെ പറഞ്ഞിരിക്കുന്നതിൽ കാൽസിനേഷന് നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്ന ഓർ ഏതാണ്? സൾഫൈഡ് ഓർ ആണോ, അതോ സൾഫേറ്റ് ഓർ ആണോ, അതോ കാർബണേറ്റ് ഓർ ആണോ? ആൻസർ ഇസ് കാർബണേറ്റ് ഓർ. അടുത്തത്, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. ബോക്സൈറ്റ് ലീച്ചിങ് ആണെങ്കിൽ ടിൻ സ്റ്റോൺ എന്തായിരിക്കും? സോ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മാഗ്നറ്റിക് സെപ്പറേഷൻ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് മെറ്റൽ ഈസ് റിഫൈൻഡ് ബൈ ലിക്വേഷൻ? ലിക്വേഷൻ നമുക്കറിയാം. ലിക്വേഷൻ നമ്മൾ ചെയ്യുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽ ആണ്. ആൻസർ ടിന്നും ലെഡാണ് പഠിച്ചിരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് ടിന്നാണ്. ആൻസർ ഇസ് ടിൻ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഹിയർ? ലോ മെൽറ്റിംഗ് പോയിന്റ്. അടുത്തത്, ചൂസ് ദ സ്യൂട്ടബിൾ മെത്തേഡ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോസസ് ഫ്രം ദ ബ്രാക്കറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർ. ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, അടുത്തത്, റിഫൈനിങ് ഓഫ് മെറ്റൽ വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. ലോ ബോയിലിംഗ് പോയിന്റ് ആണ് ഡിസ്റ്റിലേഷൻ. അടുത്തത്, കോൺസെൻട്രേറ്റഡ് ഓർ ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ ഓക്സൈഡ് ബൈ ടു പ്രോസസ്. നെയിം ഓഫ് ദ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. പ്രസൻസ് ഓഫ് എയർ ആണെങ്കിൽ അത് റോസ്റ്റിംഗ്. വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് കാർബണേറ്റ് ഓർ? കാർബണേറ്റ് ഓറിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് കാൽസിനേഷൻ ആണ്. വിച്ച് ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് സൾഫൈഡ് ഓർ? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്തത്, ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ? കലാമിൻ എന്ന് പറയുന്നത് ഏത് മെറ്റലിൻ്റെ ഓറാണ്? സിങ്ക്. അടുത്തത്, ദ മെറ്റൽ വിച്ച് ഈസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷനിലൂടെ റിഫൈൻ ചെയ്യുന്ന മെറ്റൽ ഏതാണ്? നമുക്കറിയാം ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽസ്. നമ്മൾ പഠിച്ചത് സിങ്ക്, മെർക്കുറി, കാഡ്മിയം. ഇതിൽ തന്നിരിക്കുന്ന ഏതാണ്? മെർക്കുറി ഉണ്ട് ഓപ്ഷനിൽ. ആൻസർ ഈസ് മെർക്കുറി. അടുത്തത്, നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത്, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഏത് മെത്തേഡ് ഉപയോഗിക്കും മക്കളെ? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കും? ആൻസർ ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്ത, ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ലെവിഗേഷൻ. ഓർ ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്, ദാറ്റ് ഈസ് ലീച്ചിങ്. അടുത്തത്, ഫൈൻഡ് ദ റിലേഷൻ. ടിൻ സ്റ്റോൺ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണെങ്കിൽ ബോക്സൈറ്റ് എന്താണ്? ആൻസർ ഈസ് ലീച്ചിങ്. അടുത്തത്, അപ്രോപ്രിയേറ്റ് പെയറിനെ കണ്ടെത്താനാണ്. ടിന്ന്, കോപ്പർ, സിങ്ക് തന്നിട്ടുണ്ട്. കോപ്പർ നമുക്കറിയാം ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. സിങ്കും ടിന്നുമാണ് മക്കളെ. എങ്ങനെ കണ്ടെത്തുക? അത് ലോ മെൽറ്റിംഗ് പോയിന്റും ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽസ് ആണ്. ഇപ്പം നമുക്കറിയാം ഇതിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽ ഏതാണ്? ടിന്നാണ്. അപ്പോൾ അത് ലിക്വേഷൻ. ഓക്കെ, ഇനി സിങ്ക് ആണെങ്കിൽ ഡിസ്റ്റിലേഷൻ. അടുത്തത്, ബ്രാക്കറ്റ് നിന്ന് എടുത്ത് ഏതാണ് പറയുന്നത്? ഓർ ഹൈ ഡെൻസിറ്റി, ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ലെവിഗേഷൻ. മാഗ്നറ്റിക് നേച്ചറും നോൺ മാഗ്നറ്റിക് നേച്ചറും ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ.
ലൈറ്റർ സൾഫൈഡ് ഓർ ഹൈ ഡെൻസിറ്റി. സൾഫൈഡ് ഓർ എന്ന് കണ്ടാൽ തന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അലുമിനിയം ഓർ ദാറ്റ് ഗെറ്റ് ഡിസോൾവ് ഇൻ സൊല്യൂഷൻ. സൊല്യൂഷൻ സോൾവൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അലുമിനിയം എന്ന് കണ്ടു കഴിഞ്ഞാലും കോൺസെൻട്രേഷൻ മെത്തേഡ് ഏതാണ്? ലീച്ചിങ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് മെറ്റൽ ഈസ് പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ഡിസ്റ്റിലേഷൻ നമ്മൾ ആലോചിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽസിനാണ് ഡിസ്റ്റിലേഷൻ ചെയ്യുക. അതിന് 3 എണ്ണം പഠിക്കാനുള്ളത്: സിങ്ക്, മെർക്കുറി, കാഡ്മിയം. അതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട്, സിങ്ക്. അടുത്തത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ഈസ് യൂസ്ഡ് ഹിയർ? ലോ ബോയിലിംഗ് പോയിന്റ്. അത് റിലേഷൻ കണ്ടെത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. കോപ്പർ പൈറൈറ്റ്സ് CuFeS2 ആണ്. സിങ്ക് ബ്ലെൻഡ് എന്തായിരിക്കും? ZnS. അടുത്തത് ലെഡ് മെത്തേഡ് ഓഫ് റിഫൈനിങ്. ലെഡ് നമുക്കറിയാം ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റലാണ്. സോ ഇറ്റ് ഈസ് ലിക്വേഷൻ. അത് കാഡ്മിയം ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ലോ ബോയിലിംഗ് പോയിന്റ്. അടുത്തത് ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. അതായത് ഓർ പാർട്ടിക്കിളിന് വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അതിന് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഏത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല? ലെവിഗേഷൻ. മാച്ച് ദ ഫോളോവിങ് ആണോ? അപ്പോൾ വരേണ്ട ലെവിഗേഷനിലേക്കാണ്. ഓർ ഓഫ് ഗോൾഡിനെയൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അടുത്തത് ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. സൾഫൈഡ് ഓർ സിങ്ക് സൾഫൈഡ്. മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, ടിൻ സ്റ്റോൺ. ഇത്രയും കാര്യങ്ങളാണ് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.